വീഡിയോ എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, ഞാൻ എടുക്കും. വീഡിയോ എടുക്കും, അവളുടെ വീഡിയോ വീഡിയോ എടുക്കട്ടെ, ഇവളുടെ വീഡിയോ എടുക്കട്ടെ. ഇവൾ എന്നെ ഞാൻ പണിയെടുത്ത കാശ് ഇവിടെ കുറെ തിന്നതാണ്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. നിങ്ങൾ ഈ തുടക്കത്തിൽ കണ്ടൊരു വീഡിയോ, സ്വന്തം ഭർത്താവിൻ്റെ കൂടെ മറ്റൊരുത്തി പോയപ്പോൾ ആ ഭാര്യ വന്ന് സ്റ്റേഷനിൽ വന്ന് ബഹളം വെക്കുന്നൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഇന്ന് എവിടെ നോക്കുമ്പോഴും ഇതൊരു കാഴ്ചയെ അവനവൻ്റെ ഭർത്താക്കന്മാർ, അവനവൻ്റെ ഭാര്യമാർ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോവുക. ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതിന് ന്യായീകരിക്കുന്ന ഒരു വളരെ വലിയൊരു വിഭാഗം ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഭർത്താവ് വേറൊരു സ്ത്രീയുടെ കൂടെ പോയാൽ അത് ഓരോരുത്തരുടെ സ്വകാര്യതയാണ്, അതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരാളുടെ ഭാര്യ വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയാൽ അത് അവരുടെ അവകാശമാണ്. ഇങ്ങനെ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് അമിതമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നൊരു വളരെ വലിയൊരു വിഭാഗം ഇന്ന് വർദ്ധിച്ചു വരിക. ഇല്ലീഗലായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഭാര്യമാരെ അല്ലെങ്കിൽ മറ്റൊരുത്തിനെ വളച്ചു കൊണ്ടുപോകുന്ന ഭർത്താക്കന്മാരെ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യം എന്താ? ഇന്നിപ്പോൾ ഞാൻ ഏറ്റവും ഒടുവിൽ സംഭവമുണ്ട്. അഖിൽ എന്ന് പേരുള്ള ഒരു യൂട്യൂബർ ഉണ്ട്, ഒരു ഇൻഫ്ലുവൻസർ, ഒരു സിനിമാ നടനൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ത് ചെയ്തു, ഒരു ബസ് ജീവനക്കാരൻ്റെ കൂടെ പോയി. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പറയുന്നത് എന്താണ്, അത് ആ സ്ത്രീയുടെ അവകാശമല്ലേ, അത് ആ സ്ത്രീക്ക് പോയാലും ഇപ്പം എന്താണ്, അതിനെന്തിനാണ് ബാക്കിയുള്ളവർ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണത്? എന്തിനാടാ പെണ്ണുണ്ടായാലും ജീവിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് പെണ്ണ് വേണ്ട. എന്നെ അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവക്ക് പോയി, എനിക്കോ സങ്കടമോ? നീ എന്ന് വെച്ചേ സങ്കടപ്പെടാ. ഞാനൊരു അൽഫാം മേടിച്ചാൽ കഴിക്കും, അത്രേ ഉള്ളൂ. ഇന്ന് കാണുന്നൊരു സമീപനം എന്താണ്, ഇങ്ങനെ പോകുന്ന സ്ത്രീകളെ ഭയങ്കര പ്രോത്സാഹിപ്പിക്കുന്നൊരു വിഭാഗം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്, അതിലും നമ്മൾ ഇടപെടണ്ടെന്ന് പറയാം. ഇപ്പോൾ ഈ അടുത്ത് ബാലുശ്ശേരി എന്നൊരു സ്ത്രീ അങ്ങനെ പോയി. ആ സ്ത്രീ പോയ സമയത്ത് ഒരു വിഭാഗം ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. ഈ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അതൊക്കെ ഭർത്താക്കന്മാരെ മോശം സ്വഭാവം കാരണമല്ലേ ഭാര്യ പോയത്? ഭാര്യ ആ പോകുന്ന പ്രവർത്തിനെ എങ്ങനെ ന്യായീകരിക്കുക? എങ്ങനെ? നിങ്ങൾ നേരത്തെ കാണിച്ചൊരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയിൽ ആ സ്ത്രീ സങ്കടത്തോടു കൂടി പറയുന്ന രംഗം എന്താണ്, ഇങ്ങനെ പോകുന്നതിനെ ന്യായീകരിക്കുന്ന ഒരു സൊസൈറ്റി ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആ ഇറങ്ങിപ്പോയ ഭർത്താവിനും അതിൻ്റെ കൂടെയുള്ള സ്ത്രീക്കും അവർക്കും വേറെ ഭർത്താവുണ്ട്, അവർക്ക് ഈ സംരക്ഷണം കിട്ടുന്നത്. ആ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കാണുക. വീഡിയോ എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, ഞാൻ എടുക്കും. വീഡിയോ എടുക്കും, അവളുടെ വീഡിയോ ഞാൻ എടുക്കും. ഈ നിൽക്കുന്ന നാറിയുടെ കൂടെയാണ് മൂന്നോ രണ്ടോ പിള്ളേരെങ്ങാണ്ടുണ്ട് ഇവക്ക്. അതുങ്ങളെയും കളഞ്ഞ് കെട്ടിയോനെയും കളഞ്ഞ് വെച്ച് ഇവള് ഇറങ്ങി വന്നേക്കാം. വീഡിയോ എടുക്കട്ടെ, ഇവളുടെ വീഡിയോ എടുക്കട്ടെ. ഇവൾ എന്നെ ഞാൻ പണിയെടുത്ത കാശ് ഇവള് കുറെ തിന്നതാ. ഞാൻ പണിയെടുത്ത കാശ്. എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ലാത്തൊരു പോലീസ് സ്റ്റേഷനും കുറെ പോലീസുകാരും. കുറച്ചുകൂടെ കെട്ടടി, കണ്ണ് കാണാടി നിന്റെ. ആ ഒളിച്ചു നിക്ക്. ആ ഞങ്ങൾ പരാതി കൊടുക്കാൻ വന്നവരാ, ഇറങ്ങടി. ഇനി ആ പുള്ളിനെ കൂടെ പിടി, എന്റെ കെട്ടിയാനെ പിടിച്ചത് പോരാ. കിട്ടിയ അടി ഓർമ്മയുണ്ടെങ്കിൽ നീ എരുമേലിക്ക് വന്നേ. മക്കളെയും കെട്ടിയോനെയും കളഞ്ഞ് ഇവൾ ഇന്ന് ഇവന്റെ കൂടെ വന്നിട്ടുണ്ട്, ഇവള് നാളെ വേറെ അവന്റെയും കൂടെ ചാടിപ്പോവും. എരുമേലി പോലീസുകാരുടെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ സംസാരം കേട്ടാൽ ഞാൻ എവിടെ ഒളിച്ചോടിപ്പോയി എന്നെ പിടിച്ചോണ്ട് വന്ന പോലത്തെ സംസാരമാണ്. അപ്പോൾ ഇത്തരം പോക്കുകളെ ന്യായീകരിക്കുന്ന സ്വഭാവക്കാർ വർദ്ധിച്ചു വരും. ഇത് വർദ്ധിച്ചു വരാനുള്ള ഒരു കാരണമുണ്ട്. ഈ പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്നത് മറ്റൊരാളെ ദ്രോഹിച്ചുകൊണ്ടാവരുത്. ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസറുടെ ഭാര്യ പോയി, ആ ഇൻഫ്ലുവൻസർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്, വളരെയധികം നല്ല രീതിയിൽ കപ്പിളായിട്ട് പോയിരുന്ന ആൾ. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അയാൾ ഇന്ന രീതിയിലാണ്, അയാൾക്ക് മറ്റു പ്രശ്നങ്ങളുണ്ട്, മറ്റു പ്രയാസങ്ങളുണ്ട്. പക്ഷെ അതിനുപയോഗിക്കുന്ന ഒരു മാർഗം ഇതേ രീതിയിൽ ഒരു കുടുംബത്തിനെ നാണം കെടുത്തുന്ന രീതിയിലാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിനെതിരെയാണ് ഞാൻ പറയുന്നത്. അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ പൊക്കോട്ടെ, അത് പോയാലിപ്പോൾ എന്താണ്? ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഞാൻ ഒരിടത്തും എവിടെയും ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്രേ ഉള്ളൂ. ഇത്തരം പോയ ആൾക്കാരെ നമ്മൾ അധിക്ഷേപിക്കാൻ പാടില്ല, അത് അവരെ പ്രോത്സാഹിപ്പിക്കലല്ല. കാരണം ഇത്തരം പോയ ആളുകളുടെ പുലഭ്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ കാണാം. പലപ്പോഴും ഇങ്ങനെ പോകേണ്ടി വരാൻ ന്യായമായ കാരണങ്ങൾ ഉണ്ടാവലുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഉള്ളൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ ഭർത്താവ് ഗേ ആണ്, പക്ഷേ ഈ ഭാര്യ സ്വന്തം വീട്ടിൽ പോയി പറഞ്ഞു, ഉമ്മാട് പറഞ്ഞു, ഇങ്ങനെ ഭർത്താവ് ഗേ ആണ്, എനിക്ക് അയാളെ കൂടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഭർത്താവ് ഗേ ആണോ അല്ലേ എന്നുള്ളത് പെട്ടെന്ന് തിരിച്ചറിയില്ല. കാരണം ഇത് കൂടെ ജീവിക്കുമ്പോഴാണ് മനസ്സിലാവുക. ഉമ്മ ഇത് എങ്ങനെ പുറമെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയാൽ ശരിയാവുമെന്ന് കരുതിയിട്ട് 4-5 ഇടങ്ങളിൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി.
കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് ഇത് ശരിയാവുന്ന കേസല്ലല്ലോ. ഗേ ആവുക എന്നുള്ള ഒരാൾ മനഃപൂർവ്വം ചെയ്തുണ്ടാക്കണതല്ല ഗേ ആവുക എന്നുള്ളത്. അങ്ങനെ ഈ കുട്ടി പറഞ്ഞു ഇനി കാരണം ആകെ നിക്കാഹ് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഈ കല്യാണം കൂട്ടിക്കൊണ്ടരലൊക്കെ നടന്നിട്ടുള്ളത്. ആ കൂട്ടിക്കൊണ്ടൊക്കെ നടന്നതിന് ശേഷം ഒന്നിച്ച് ജീവിക്കുമ്പോഴാണ് ഇയാൾ ഗേ ആണെന്നുള്ളത് ഈ പെൺകുട്ടിക്ക് തിരിച്ചറിഞ്ഞത്. ഉപ്പാനോട് വിഷയം സംസാരിച്ചുമ്പോൾ ഉപ്പ പറഞ്ഞൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം സൊസൈറ്റിയാണ് പ്രശ്നം. സൊസൈറ്റിയുടെ മുൻപിൽ എന്താ സംസാരിക്കുക? ഇത്രയും ക്യാഷ് ഒരു പെൺകുട്ടിയെ വാങ്ങാൻ കഴിപ്പിച്ചയക്കാൻ വലിയ പണച്ചെലവുണ്ട്. ഇവിടെ നാട്ടുകാരെ വിളിച്ചിട്ട് ചോറ് കൊടുത്ത് ഇത്രയും വലിയ സംഭവങ്ങൾ, അതും 2-3 തരം വിഭവങ്ങളൊക്കെ ഇരുന്ന്. ഇനിയിപ്പോൾ അതൊക്കെ നാട്ടുകാരെന്താ പറയാന്നുള്ളത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഒരു ഭാവിയല്ല. ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇയാളെ കൂടെ എനിക്ക് ജീവിക്കാൻ ഒരിക്കലും പറ്റില്ല, അയാൾക്ക് എൻ്റെ കൂടെയും ജീവിക്കാൻ പറ്റില്ല. പിന്നെ അയാൾ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അയാളൊരു ഗേ ആണെന്ന് മറച്ചു വെച്ചിട്ടാണ് വിവാഹം കഴിച്ചത്. അത് നഷ്ടപരിഹാരം വാങ്ങണം. അല്ലാതെ ഇതിന് പരിഹാരമായിട്ട് ഞാൻ വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ഈ കുടുംബത്തിനൊരു നാണക്കേടോ ചീത്തപ്പേരോ ഉണ്ടാക്കലാണോ വേണ്ടത്? ഈ വിവാഹം ഡിവോഴ്സ് ചെയ്ത് ഒഴിവാക്കി തരല വേണ്ടി വെച്ചു എന്നീ പെൺകുട്ടി കട്ടായമായിട്ട് പറഞ്ഞപ്പോൾ വാപ്പ ഈ പെൺകുട്ടിനെ വീണ്ടും കൗൺസിലിങ്ങിനെ കൊണ്ടുപോയി. പെൺകുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. കൗൺസിലർ എടുത്ത് നിന്നപ്പോൾ കൗൺസിലർ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വാപ്പാനൊന്ന് കൗൺസിൽ ചെയ്തു. വാപ്പാനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. വാപ്പ മകൾക്ക് ഡിവോഴ്സ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇങ്ങനെ ഇത് അപ്രോച്ച് ചെയ്യാൻ പലർക്കും പേടിയാണ്. എന്താണ് തങ്ങളുടെ പങ്കാളിയിലുള്ള പ്രശ്നങ്ങൾ? ആ പ്രശ്നങ്ങൾ ബാക്കിയുള്ള ആളുകൾ കേൾക്കാൻ തയ്യാറാവണില്ല, അല്ലെങ്കിൽ പരിഹരിക്കാൻ തയ്യാറാവണില്ല. അങ്ങനെ തയ്യാറാവാതെ വരുമ്പോഴാണ് ഇവർ ഈ ഇറങ്ങിപ്പോക്കും മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്ന ഒന്നിനെ നോർമലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറി എന്നുള്ളതാണ്. അമ്മനടിച്ചാലും 2 ഭാഗം ഉണ്ട് എന്നാ. അമ്മനടിച്ചാലും 2 ഭാഗം പറയാൻ ആൾക്കാരുണ്ടാവും. നോക്കി നോക്കൂ, ഒരു അധ്യാപകൻ വിദ്യാർത്ഥിനെ അടിച്ചു കഴിഞ്ഞാൽ ഈ അധ്യാപകന് 2 കൊടുക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരു അധ്യാപകൻ വിദ്യാർത്ഥി അടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം അടിച്ചിട്ടുണ്ടാവുക. ഇവിടേക്കല്ല നമ്മൾ ചിന്തിക്കുക, അവനാര് അധ്യാപകനാര് പിള്ളേരെ അടിക്കാൻ എന്ന് പറഞ്ഞ് അധ്യാപകൻ്റെ മെക്കെട്ട് കയറും. അപ്പോൾ സദാചാര വിരുദ്ധമായ കാര്യത്തിന് പ്രോത്സാഹനം കിട്ടുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇറങ്ങിപ്പോക്ക് കാണുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒളിച്ചോടുക, ഞാനതിനെ പറയുക എസ്കേപ്പിസം എന്ന് ഞാൻ പറയുള്ളൂ. അവർ രക്ഷപ്പെട്ടോടുകയാണ്. ഈ രക്ഷപ്പെട്ടോടുന്നതിനെ അല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. പകരം അവരെ പ്രശ്നം ജെനുവിനാണോ, ആ ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ അതിനെന്താണ് സൊല്യൂഷൻ കൊടുക്കാൻ കഴിയുക? നമ്മുടെ നിയമവും നമ്മുടെ സൊസൈറ്റിയും അംഗീകരിക്കുന്ന സൊല്യൂഷൻസ് ഉണ്ട്. അല്ലാതെ ഇങ്ങനെ വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് പിന്നീട് കല്യാണം കഴിച്ചിട്ട് ഇറങ്ങി വരുന്നൊന്നുമില്ല. ഇങ്ങനെ പോയവരൊക്കെ സന്തോഷമായിട്ട് ജീവിച്ചിരിക്കണോ? നമ്മൾ ഓരോരുത്തർ ലൈഫ് ആലോചിക്കും. ഇവർ പോയി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവരെ തിരിച്ചു കിട്ടും. തിരിച്ചു കിട്ടുമ്പോൾ പോയ സുഖന്നാവില്ല. തിരിച്ചു വരുമ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് നാണക്കേട് തല ഉയർത്തി അടുത്ത വീട്ടിലേക്ക് പോകാൻ പോലും പറ്റാതാവും. അപ്പോൾ എന്തിനാണ് അതിന് നിൽക്കുന്നത്? അപ്പോൾ ഇതിനൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സംസാരിക്കരുത്. എന്നാൽ ഇത്തരം പോകുന്ന സാഹചര്യമുള്ള ആളുകളെ നമ്മൾ അനാവശ്യമായിട്ട് ആക്ഷേപിക്കാനും നിൽക്കണ്ട. എന്തിനാണ് അവർ ആക്ഷേപിക്കുന്നത്? ഞാൻ അന്നും പറഞ്ഞല്ലോ, അവർക്കൊരു റീസൺ ഉണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യാൻ. അവർ ചെയ്ത ഒരു മാർഗം, അവർ ഉപയോഗിച്ച മാർഗം തെറ്റാണ്. പക്ഷേ തെറ്റായതുകൊണ്ട് മാത്രം എന്ത് ചെയ്യരുത്? സാമൂഹിക മാധ്യമങ്ങളിൽ അവരെ അധിക്ഷേപിക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഞാനൊരു ചെറിയ സ്റ്റോറി പറയാം. ആ സ്റ്റോറിയിലുള്ള ആ വ്യക്തികൾ ആരാണെന്നുള്ളത് പറയണം കേട്ടോ. സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിഞ്ഞിട്ട് ഖദീജ ബിയെ വിവാഹം കഴിച്ചപ്പോൾ ഖദീജ ബിയുടെ വീട്ടിൽ ഒരു സെർവൻ്റ് ഉണ്ടായിരുന്നു. സെർവൻ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ രീതിയിലൊരു അടിമ. ആ അടിമയായ ചെറുക്കനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനിക്കുകയാണ് ഭാര്യ ഖദീജ. പക്ഷേ ഒരു അടിമയായിട്ടല്ല, സ്വന്തം മകനെ പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു ചെറുക്കനെ വളർത്തിയത്. അപ്പോൾ ഇവനൊരു സമ്പന്നനായ വീട്ടിൽ വളർന്നൊരു ചെറുക്കനായിരുന്നു. അങ്ങനെ ഇവരുടെ വീട് എന്ന് പറഞ്ഞാൽ അറേബ്യയുടെ മണലാരണ്യങ്ങൾക്കപ്പുറത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ഒരു ദിവസം ഈ കുട്ടി ചെറിയ പ്രായത്തിലായിരിക്കുന്ന സമയത്ത് അങ്ങാടിയിലേക്ക് പോകുമ്പോൾ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് അടിമച്ചന്തയിൽ കൊണ്ടുപോയിട്ട് വിൽക്കുകയും ചെയ്തു. അങ്ങനെ കൈമറിഞ്ഞിട്ടാണ് ഇത് ഖദീജ ബീവിയുടെ കൈകളിലെത്തിയത്. പിന്നീട് ഈ കുട്ടീനെ സ്വന്തം മകനെ പോലെ ഖദീജ ബീവി വളർത്തി, നല്ല സ്നേഹത്തിലായിരുന്നു. അങ്ങനെ പിന്നീടാണ് നബി വിവാഹം ചെയ്തതിന് ശേഷം ഈ ഒരു ചെറുക്കനെ ആർക്ക് സമ്മാനിച്ചത്? നബിക്ക് സമ്മാനിച്ചത്. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ വീട്ടുകാരാണെങ്കിൽ ഭയങ്കര അന്വേഷണമാണ്. അവരന്വേഷിച്ചിട്ട് പല സ്ഥലങ്ങൾ അവരന്വേഷിച്ചു. അങ്ങനെ അവരെവിടെയും എത്തി, മക്കയിലും എത്തി. ഇവരന്വേഷിക്കുമ്പോൾ ഇവർ കവിതകൾ ചൊല്ലിയിട്ടും പാട്ടുകൾ പാടിയിട്ടും ഇവരും ഇവരുടെ പിതാവിൻ്റെ സഹോദരനും വീട്ടുകാരും വലിയ സമ്പന്നരാണ്. അവരിങ്ങനെ നടന്ന് പലയിടത്തും പാടിയും അന്വേഷിച്ചു നടക്കുകയാണ്. പക്ഷേ ഒരിക്കൽ പോലും ആ മകൻ അവർക്ക് കണ്ടുകിട്ടിയിരുന്നില്ല. അങ്ങനെയാണ് ഇവരൊരിക്കൽ മക്കയിൽ വന്നു. മക്കയിൽ വന്നിട്ടും കഅബൻ്റെ അവിടെയൊക്കെ വന്നിട്ട് സങ്കടങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ സങ്കടങ്ങൾ പറയുന്നൊരു ദിവസം ഈ ഒരു ചെറുക്കനിങ്ങനെ നടന്നു പോകുന്നത് കണ്ടേക്ക് ഈ ഇവരുടെ കുടുംബക്കാരിത് കണ്ടു. കുടുംബക്കാർ കണ്ടപ്പോൾ മനസ്സിലായി, പടച്ചോനെ നമ്മുടെ കാണാതെ പോയ
പോയ ചെറുക്കനല്ലേ അത്. അങ്ങനെ അവർ അന്വേഷിച്ച് വന്നപ്പോൾ ഈ കുട്ടി താമസിക്കുന്നത് മുഹമ്മദ് എന്ന് പേരുള്ള നമ്മുടെ നബിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടി വന്നപ്പോൾ കുട്ടിക്കും മനസ്സിലായി, വാപ്പാനെ മനസ്സിലായി, മൂത്താപ്പാനെ മനസ്സിലായി. തമ്മിൽ വാരി പുണരലും ഉമ്മ വെക്കലും കെട്ടിപ്പിടിക്കലും. എന്നിട്ട് പറഞ്ഞു, മോനെ നീ വായോ, നീ എന്തിനാണ് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കിടന്ന് ഇടങ്ങറാവണത്, ഇവർ ദരിദ്രരായ ആൾക്കാരല്ലേ, നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഒരിക്കലും ഞാൻ വരില്ല. എന്താ പറയുക, സ്നേഹം നബി കാണിക്കുന്ന ആ ഒരു വല്ലാത്തൊരു വാത്സല്യം ആ കുട്ടിക്കത് മതിയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളിലുള്ള പ്രവാചകത്വത്തിൻ്റെ അടയാളങ്ങൾ കൃത്യമായിട്ട് പ്രവാചകത്വം കിട്ടുന്നതിന് മുൻപേ മനസ്സിലാക്കിയ ആളുകളായിരുന്നു ഒന്ന് ഖദീജ ബിവി, മറ്റൊന്ന് ഈ ചെറുക്കനും. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ ചെറുക്കൻ പറഞ്ഞത്, ഞാൻ ഇവിടെ നിന്ന് വിട്ടുവരൂല, ഉമ്മാക്കും ഉപ്പാക്കും എന്നോട് വിരോധം തോന്നരുത്. അപ്പോൾ നബിയും ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, അവന് സന്തോഷമാണെങ്കിലും പോട്ടെ, അതല്ല അവന് ഇവിടെ നിൽക്കലാണെങ്കിൽ പോട്ടെ. കാര്യം മനസ്സിലാക്കിയ ആ കുടുംബം മകൻക്ക് എന്ത് പറഞ്ഞു കൊടുത്തു, ഇളവ് കൊടുത്തു, നീ ഒരു കാര്യം ചെയ്തു, ഇവിടെ തന്നെ നിന്നോ, എന്നിട്ട് നീ എന്ത് ചെയ്താലും എപ്പോഴാണ് ഞങ്ങളെ കാണാൻ വരികയാണെന്ന് തോന്നുന്നത് വെച്ചാൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നോളൂ. അങ്ങനെ ആ ഒരു കുട്ടി പ്രവാചകത്വം ലഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രവാചകത്വത്തിൻ്റെ അടയാളങ്ങൾ ഹബീബായ നബിയിൽ കണ്ടിട്ട് സ്വന്തം വാപ്പാനെയും ഉമ്മാനെയും ഒക്കെ എന്താ പറയുക വേണ്ടെന്ന് വെച്ചിട്ട് ആ സ്നേഹം പോലും കാണാതെ നബിയോടൊപ്പം ജീവിച്ച ഒരു ചെറുക്കനുണ്ട്. ആ ഒരു ആളുടെ പേര് മാത്രമാണ് വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞിട്ടുള്ളത്. വേറെ ഒരു സ്വഹാബിയുടെ പേരും, അബൂബക്കറിന്റെ പേര് പോലും ഖുർആനിലില്ല, ഉമറുള്ളാന്റെ പേര് പോലും ഖുർആനിലില്ല. അപ്പോൾ ആരാണ് ആ സ്വഹാബി, ആ ഒരു യുവാവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.